കായംകുളത്ത് സക്കാത്ത് സെമിനാർ നടത്തി. ജമാഅത്തെ ഇസ്ലാമി അസിസ്റ്റന്റ് അമീർ അബ്ദുൽ ഹക്കീം നദവി ഉദ്ഘാടനം ചെയ്തു. സക്കാത്ത് സെമിനാർ കായംകുളത്ത് സംഘടിപ്പിച്ചു. ജമാഅത്ത് ഇസ്ലാമി അസിസ്റ്റന്റ് അമീർ അബ്ദുൽ ഹക്കീം നദവി ഉദ്ഘാടനം ചെയ്തു. സക്കാത്ത് ചർച്ച ചെയ്യപ്പെടുന്ന പശ്ചാത്തലം നമുക്കൊക്കെ അറിയാവുന്നതുപോലെ പൊതുവെ മുസ്ലിം ഉമ്മത്ത് അവരുടെ സക്കാത്ത് നൽകി വരാറുള്ള സമയം റമദാൻ മാസമാണ്. റമദാൻ സക്കാത്തിന് വേണ്ടി നിശ്ചയിച്ച മാസമല്ല. പക്ഷെ പൊതുവെ റമദാനിൻ്റെ ഒരു പുണ്യം കൂടി പ്രതീക്ഷിച്ചുകൊണ്ട് റമദാനിനെ ഒരു വർഷം കണക്കാക്കിക്കൊണ്ട് റമദാനിലൂടെ സക്കാത്ത് കൊടുക്കുക എന്ന ഒരു ഉറുഫ്, ഒരു നാട്ടുനടപ്പ് നമ്മുടെയൊക്കെ നാടുകളിൽ പണ്ട് മുതൽക്ക് തന്നെ നിലനിൽക്കുന്ന ഒരു കാര്യമാണ്. ആ ഒരു അടിസ്ഥാനത്തിലാണ് റമദാനിനോടനുബന്ധിച്ചുകൊണ്ട് സക്കാത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയങ്ങൾ പൊതുവെ നമ്മളെല്ലാവരും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്കറിയാം. മുസ്ലിം ഉമ്മത്ത് ധാരാളമായി സമ്പത്ത് ചെലവഴിക്കുന്ന ഒരു വിഭാഗമാണ്. ഇൻഫാഖ് എന്ന് പറയുന്നത്, സമ്പത്ത് മറ്റുള്ളവർക്ക് നൽകുക എന്ന് പറയുന്നത് ജീവിതത്തിന്റെ ഭാഗമായി കരുതുന്നവരാണ് പൊതുവെ മുസ്ലിം സമൂഹം. ഒരു മതങ്ങൾ തമ്മിലുള്ള ഒരു കമ്പാരിസൺ നമ്മൾ നടത്തി കഴിഞ്ഞാൽ മുസ്ലിം സമൂഹത്തോളം സാമ്പത്തികമായി മറ്റുള്ളവരെ സഹായിക്കുന്ന ഒരു മതത്തെയും നമുക്ക് കാണാൻ പറ്റുകയില്ല. ഇതൊരു സാമുദായികത ഞാൻ പറയല്ല, മറിച്ച് അതൊരു റിയാലിറ്റിയാണ്. ഖൈസ് മൗലവി, കെ നൌഷാദ്, ഷാജഹാൻ, നവാസ് ജമാൽ, അമീൻ മടുതല, വൈ ഇർഷാദ്, മുജീബ് റഹ്മാൻ, അബ്ദുൽ ഖാദർ തുടങ്ങിയവർ പങ്കെടുത്തു. ഏരിയ നേതാക്കളായ കാവേരി അഷ്റഫ്, സലീം കടശ്ശേരി, നസീർ ഹമീദ്, എ നാസർ തുടങ്ങിയവർ നേതൃത്വം നൽകി. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന സക്കാത്തുമായി ബന്ധപ്പെട്ട പ്രചാരണ പ്രബോധന പരിപാടികളുടെ ഭാഗമായിട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ ഒരു സെമിനാർ സംഘടിപ്പിച്ചിട്ടുള്ളത്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ സക്കാത്ത് എന്നത് ഇസ്ലാമിന്റെ ഒരു അടിസ്ഥാനമാണ്. നാം മദ്രസ കാലം മുതൽ തന്നെ ചൊല്ലി പറയാറുള്ള ഇസ്ലാം കാര്യങ്ങളിലെ മൂന്നാമത്തേത് സക്കാത്ത്. മുസ്ലിം സമുദായം വളരെ പ്രാധാന്യത്തോടുകൂടി പരിഗണിക്കുന്ന നമസ്കാരം പോലെ തന്നെ വളരെ ശ്രേഷ്ഠമായ ഒരു ആരാധനാ കർമ്മമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിരിക്കുന്ന ഒന്നാണ് സക്കാത്ത് എന്ന് നമുക്കറിയാം. വിശുദ്ധ ഖുർആനിൽ ഒട്ടേറെ സ്ഥലങ്ങളിൽ നമസ്കാരത്തെ സംബന്ധിച്ചും സക്കാത്തിനെ സംബന്ധിച്ചും ചേർത്ത് പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. ന്യൂസ് ബ്യൂറോ, കായംകുളം.